വയനാട് 6ാം ദിനവും കടുവയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതം. നരഭോജി കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചതിനാൽ ഉടൻ പിടികൂടാമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം. അർജുനുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി പ്രദേശത്ത് നിന്ന്. അർജുൻ, ഈ കടുവ ഏതാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വയനാട് വന്യജീവി സങ്കേതത്തിലെ WWL 45 എന്ന 13 വയസ്സ് പ്രായമുള്ള ആൺകടുവയാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസമാണ് വനംവകുപ്പ് തിരിച്ചറിഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. RRT സംഘവും വനംവകുപ്പും 3 സംഘങ്ങളായി തിരിഞ്ഞ കഴിഞ്ഞ 6 ദിവസമായി തെരച്ചിൽ നടത്തുകയാണ്. കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള നടപടികളിലേക്ക് തന്നെയാണ് കടന്നിട്ടുള്ളത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ഏത് ഘട്ടം വരെയായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഈ പ്രദേശവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വലിയ പ്രതിഷേധം പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വെടിവെച്ച് കൊല്ലുന്ന നടപടികളിലേക്ക് തന്നെയാണോ ഇനി സംഘം കടക്കുക? അർജുൻ. വിഷ്ണു, എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഏകദേശം 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ കടുവയ്ക്കായിട്ടുള്ള തെരച്ചിൽ. എന്നാൽ ഇതുവരെയും ആ കടുവേനെ പിടികൂടാനായിട്ടില്ല. 2 കുങ്കിയാനകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ കുങ്കിയാനകളുടെ സഹായത്തോടെ ആയിരിക്കും ഇന്ന് തെരച്ചിൽ നടക്കുക. മാത്രമല്ല 3 കൂടും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൂട്ടിൽ കടുവ കുടുങ്ങുകയാണെങ്കിൽ പിന്നീട് കടുവയെ ഇവിടെ തന്നെയുള്ള വയനാട് തന്നെയുള്ള കടുവ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതാണ്. അവിടെ ഇപ്പോൾ തന്നെ 7 കടുവകളുണ്ട്. അപ്പോൾ ഈ കടുവയെ എന്ത് ചെയ്യുമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത്. എന്തിനാൽ തന്നെയും ഇപ്പോൾ ഒരു നരഭോജി കടുവയുടെ ലിസ്റ്റ് ഈ കടുവയെ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ അത്തരത്തിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്നാൽ ഈ കൂട്ടിൽ പിടികൂടുകയാണെങ്കിൽ പിന്നീട് ഈ കടുവയെ മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുവാനാണ് സാധ്യത. അത്തരത്തിൽ മാറ്റുകയാണെങ്കിൽ പിന്നീട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പിന്നീട് നമുക്ക് കണ്ടറിയേണ്ടത്. കാരണം ഇത്തരത്തിൽ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ മൊത്തം കാടുള്ള ഒരു പ്രദേശമാണ്. മാത്രമല്ല കൂടുതൽ കാപ്പിത്തോട്ടവും റബ്ബർ തോട്ടവും അടക്കമുള്ള ഒരു പ്രദേശമാണ് ഇവിടം. അത്തരത്തിൽ ഈ ഒരു സ്ഥലത്തേക്ക് കടുവകൾ ഇറങ്ങുക സ്വാഭാവികമാണ്. മാത്രമല്ല ഈ കടുവകൾ ഇറങ്ങുന്നതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു നടപടി ഇപ്പോൾ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. അതായത് ഇത്തരത്തിൽ കടുവകൾ നിരന്തരമായി ഇറങ്ങുന്നു. നമുക്കറിയാം, നേരത്തെ തന്നെ പുതുശ്ശേരിയിൽ അടക്കം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. പുതുശ്ശേരിയിൽ ഒരു കർഷകനെയാണ് പുല്ലരിയാൻ പോയിട്ടുള്ള ഒരു കർഷകനെ തന്നെയാണ് അന്നും കടുവ പിടിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കടുവയ്ക്ക് പ്രായം ഏകദേശം 14 വയസ്സായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ആ കടുവയ്ക്ക് ഏകദേശം പ്രായമായ ഒരു കടുവയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അക്രമ സ്വഭാവം ആ കടുവയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള ഒരു ത്വര ആ കടുവയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തിനാ തന്നെയും വൈൽഡ് ലൈഫ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ വനം വകുപ്പ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരടക്കം ഈ കടുവയെ പിടിക്കാനുള്ള ഒരു നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അരുൺ സക്കറിയ അടക്കം നേരത്തെ തന്നെ നമുക്ക് അറിയാൻ കഴിയും, വിവിധ റെസ്ക്യൂകളിൽ പങ്കെടുത്തിട്ടുള്ള അരുൺ സക്കറിയ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അരുൺ സക്കറിയുടെ നേതൃത്വത്തിലാണ് ഇവിടെയുള്ള ഡോക്ടർമാർ അടക്കമുള്ളവർ ഇങ്ങനെ ഒരു കടുവയെ തിരിയുന്നതും. അതുകൊണ്ട് തന്നെയാണ് 3 സ്ഥലത്ത് ഇപ്പോൾ കൂടുതൽ സ്ഥാപിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇവിടെയെല്ലാം 25 ക്യാമറകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ 3 തത്സമയ ക്യാമറകളുമുണ്ട്. എന്തിനാ തന്നെയും എത്രയും പെട്ടെന്ന് തന്നെ ആ കടുവയെ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് DFO അടക്കമുള്ളവർ നമ്മളോട് പറയുന്നത്. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള അരുൺ സക്കറി അടക്കമുള്ളവർ ഇവിടെ എത്തുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ തന്നെ PT7 അടക്കം പിടികൂടിയിട്ടുള്ള അത്തരമുള്ള ദൗത്യങ്ങളിൽ അടക്കം ഉൾപ്പെട്ടിട്ടുള്ള അരുൺ സക്കറി വരുമ്പോൾ വലിയ ഒരു പ്രതീക്ഷയാണ് നാട്ടുകാർക്ക് ഇടയിലുള്ളത്. മാത്രമല്ല നാട്ടുകാരുടെ ഇടയിൽ നിന്നുള്ള പ്രതിഷേധവും ഇപ്പോൾ ഉയരുകയാണ്. അതായത് ഇപ്പോൾ ഈ യുവാവ് മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 7 ദിവസം കഴിയുന്നു. ആ 7 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയും കടുവയെ പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർക്കുള്ളത്. ഈ വാഗേരി മാത്രമല്ല, വാഗേരിക്ക് അടുത്തും ആ കാടുള്ള പ്രദേശമാണ്. വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, ചുറ്റുപാടും കാട് നിറഞ്ഞ പ്രദേശമാണ്. ഇവർക്ക് വേണ്ടത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്. അതായത് ഈ കടുവയെ പിടിക്കുക, വരുന്ന ഒരാളെ ആക്രമിക്കുക, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെ പിടിക്കുന്ന കടുവകളെ എത്രയും പെട്ടെന്ന് കൂടുവെച്ച് പിടിക്കുക മാത്രമല്ല, ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഇവർക്ക് വേണ്ടത്. അതായത് കടുവകൾ ഇവിടെ ഇറങ്ങാതിരിക്കുക, ഈ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുക, ആക്രമിക്കാതിരിക്കുക. അത്തരത്തിലുള്ള ഒരു ശാശ്വത പരിഹാരമാണ് ഇവർക്ക് വേണ്ടത്.
അർജുൻ, അതോടൊപ്പം ഈ പ്രദേശവാസികളുടെ ഒരു ആശങ്കയും ഭയവും ഈ ഘട്ടത്തിലും നിലനിൽക്കുകയാണ്. ഈ 6ാം ദിവസമായിട്ടും ഈ കടുവയെ പിടികൂടാനായിട്ടില്ല, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്ന നടപടികളിലേക്ക് കടക്കാൻ പൂർണ്ണമായി സാധിച്ചിട്ടില്ല. ഇത് വലിയ ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി നീങ്ങിയിട്ടുണ്ട്. അതിൽ ഈ പ്രദേശവാസികളും ഇപ്പോൾ ഈ തെരച്ചിലിന് ഒപ്പം ചേരുന്ന സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടോ? വിഷ്ണു, തീർച്ചയായും നാട്ടുകാർക്ക് ആശങ്കയുണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന റെസ്ക്യൂവിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള നാട്ടുകാരുടെ ആ പ്രതിഷേധങ്ങളും കാര്യങ്ങളും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് DFO അടക്കമുള്ളവർ നേരത്തെ തന്നെ പറയുന്നത്. അതായത് അത് ഈ റെസ്ക്യൂവിനെ വളരെ വലിയ രീതിയിൽ ബാധിക്കും. അതായത് കടുവയെ പിടികൂടുന്ന സാഹചര്യത്തെ വലിയ രീതിയിൽ ബാധിക്കും. അത്തരത്തിൽ ജനങ്ങൾ കൂടുതൽ സഹകരിക്കണമെന്നും DFOയുടെയും അതുപോലെ തന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നിർദ്ദേശം കൂടെ വന്നിട്ടുണ്ട്. എന്തിനാ തന്നെയും ഇന്നും നല്ല രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള ഊർജിതമായ ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതായത് 25 ക്യാമറകളോളമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ 3 എണ്ണം തത്സമയ ക്യാമറകളാണ്. അതായത് കടുവ വരുന്ന ആ സമയങ്ങളിലടക്കം നിരീക്ഷിക്കുവാൻ വേണ്ടി തത്സമയ ക്യാമറകൾ, ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്യാമറകളടക്കം ഇവിടെ സ്ഥാപിച്ചു കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വെറ്റിനറി ഡോക്ടർമാരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്, DFO എത്തിയിട്ടുണ്ട്, പോലീസിന്റെ സാമീപ്യമുണ്ട്. എന്തിനാലും നാട്ടുകാർ വലിയ രീതിയിൽ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൂടിയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗങ്ങൾ കൂടുതലുള്ള ഒരു ജില്ല എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് കഴിവതും ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പോകാതെ നോക്കുക. അതല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. അതിനു മുമ്പ് തന്നെ ഇവിടെ കൃത്യമായിട്ടുള്ള നടപടികൾ ക്രമീകരിക്കേണ്ടതുണ്ട്. അതായത് കടുവയുടെ ആവാസ സ്ഥലങ്ങളിലേക്ക് അതിക്രമിച്ച് കയറുന്ന അടക്കമുള്ള കാര്യങ്ങൾ നിർത്തേണ്ടതുണ്ട്. അവരുടെ സ്വൈര്യവിഹാരം അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇല്ലാത്തതാണ് ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകുന്നത്. എന്തിനാ തന്നെയും ഏകദേശം വയസ്സായ ഒരു കടുവയാണ്. 13-14 വയസ്സുണ്ട് ഈ കടുവയ്ക്ക് എന്നാണ് ആ ഫോറസ്റ്റുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അക്രമ സ്വഭാവം ഇനിയും കടുവ തുടരാൻ സാധിക്കില്ല. എന്നിട്ട് തന്നെയും കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് വയനാട് മറ്റൊരിടത്ത് ഒരു പശുവിനെ കഴിഞ്ഞ ദിവസം ഒരു കടുവ കൊല്ലുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. എന്നിരുന്നാൽ തന്നെയും ഇതുവരെയും ഈ കടുവയെ പിടികൂടാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണുള്ളത്. എന്തിനാ തന്നെയും നാട്ടുകാർ വലിയ രീതിയിലുള്ള ഒരു സമീപനം പാലിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോഴും ഈ കടുവയെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അർജുൻ PS ആണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കടുവയ്ക്കായുള്ള തെരച്ചിൽ RRT സംഘവും വനംവകുപ്പും ഊർജിതമാക്കിയിട്ടുണ്ട്. 3 സംഘങ്ങളായി തിരിഞ്ഞ് കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്.